ഹലോ ഹായ്, ദിസ് ഇസ് അരുൺ. അപ്പോൾ ഗഗനചാരി എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഉള്ള സ്റ്റുഡിയോയിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. കാരണം ഇതിനുശേഷം ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ കാണണമെന്ന് ഒരു ആഗ്രഹമുള്ളൂ. അപ്പം അതുകൊണ്ട് ട്രാവലിംഗ് നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്ത് റിവ്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ട്രാവലിങ്ങിന്റെ സമയമൊക്കെ നമുക്കൊന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ വന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഗഗനചാരിയുടെ വിശേഷത്തിലേക്ക് കടക്കാം. ഒരു സയൻസ് ഫിക്ഷൻ പ്ലസ് ഒരു കോമഡി സിനിമയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അരുൺ ചന്തു. അതുപോലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുള്ളത് കൃഷാന്താണ്. കൃഷാന്ത് ഫിലിംസിന്റെ ബാനറിലാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. കൃഷാന്ത് ഡയറക്ടറാണ്. ഓൾറെഡി ആവാസവ്യൂഹം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തു. അത് എനിക്ക് ആ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാവാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഈ ഇങ്ങനെ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു എലമെന്റ്സ് നമുക്ക് അടിപൊളിയാക്കാവുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്റെ പ്രതീക്ഷ വെച്ച് എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയൊരു സിനിമയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും എല്ലാ തരം പ്രേക്ഷകരെയും ഈ സിനിമ ഉൾക്കൊള്ളുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇതിലെ കോമഡീസ് ഒക്കെ ഒരു ബ്ലാക്ക് ഹ്യൂമർ എന്നുള്ള രീതിയിലേക്കാണ് ടോട്ടലി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെയും കാണാത്ത ഒരു ജോണറാണ്, ഒരു വെറൈറ്റി കണ്ടന്റ് ആണ്. അപ്പോൾ അത്തരം വെറൈറ്റി കണ്ടന്റുകൾ ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ഹ്യൂമറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ സിനിമ എൻജോയ് ചെയ്യാൻ കഴിയും. പക്ഷെ അതല്ലാതെ ഒരു എന്താ പറയാ, ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ എത്രത്തോളം വർക്കാവും എന്ന് എനിക്കറിയില്ല. കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ തുടക്കം മുതൽ പോകുന്ന കോമഡികളൊക്കെ ഒരു നുറുങ്ങ് കോമഡികളുണ്ട്. സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ തുടക്കം മുതലുള്ള ചെറിയ ചെറിയ കുറേ ഡയലോഗുകളുണ്ട്. ആ ഡയലോഗൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ആ സിനിമയിലേക്ക് കുറെ കൂടി ഇൻവോൾവ് ആവാൻ കഴിയുള്ളൂ. അങ്ങനെ ആയാൽ മാത്രമേ നമുക്കത് എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു അലസമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു എന്റർടൈനർ പ്രതീക്ഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ അത്രത്തോളം രസകരമായിരിക്കാൻ സാധ്യതയില്ല. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബ്ലാക്ക് ഹ്യൂമറും ഉണ്ട്. നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കഥയാണ്. നമ്മുടെ കറന്റ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടക്കുന്ന ഒരു സംഭവമല്ല. ഇനി വരാൻ പോകുന്ന ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ കാലത്തെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഒരു അന്യഗ്രഹ ജീവി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതുമായി അവരുടെ പോസ്റ്ററിൽ തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അന്യഗ്രഹ ജീവി കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്യഗ്രഹ ജീവിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അനാർക്കലി മരക്കാരാണ്. പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, വളരെ ചുരുക്കം വിരലെണ്ണാവുന്ന താരങ്ങൾ മാത്രമേ ഉള്ളൂ. കെ ബി ഗണേഷ് കുമാർ, അതുപോലെ തന്നെ അജു വർഗീസ്, ഗോകുൽ സുരേഷ് ഗോപിയുടെ മകൻ, പിന്നെ അനാർക്കലി മരക്കാര്. അങ്ങനെ വളരെ ചുരുക്കം വിരലെണ്ണാവുന്ന, പിന്നെ 2 പോലീസ് ഓഫീസറായിട്ടുള്ള 2 ക്യാരക്ടർ ഉണ്ട്. പിന്നെ അവസാനം ഒരു ചെറിയൊരു എന്താ പറയാ, കുറച്ച് പേര് വന്നിട്ട് ഒരു ചെറിയ ഫൈറ്റ് പരിപാടികളുണ്ട്. അതിൽ മാത്രമേ കുറച്ച് പേരെ കാണിക്കുന്നുള്ളൂ. ബാക്കി ഈ 5-6 പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു സിംഗിൾ സ്പേസിൽ മാത്രം നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഔട്ട്ഡോർ ഷൂട്ടൊന്നും പോയിട്ടില്ല, കൂടുതൽ ഇൻഡോർ പരിപാടികളായിട്ടാണ്. കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഏലിയൻ ഹണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഫുള്ള് ഒരു പരിപാടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു റൂമിൽ ഒരു സങ്കേതം സൃഷ്ടിച്ച് അതിനുള്ളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ. അതിന്റെ സഹായിയായിട്ട് ഗോകുൽ സുരേഷ് വരുന്നു, അതുപോലെ തന്നെ അജു വർഗീസ് വരുന്നു. അവിടേക്ക് എത്തിപ്പെടുന്ന ഒരു അന്യഗ്രഹ ജീവിയായിട്ടാണ് അനാർക്കലി മരക്കാരനെ നമ്മൾ സിനിമയിൽ കാണുന്നത്. അവിടെ തുടങ്ങി തുടക്കം മുതൽ ഇതിനകത്ത് കുറെ ഡീറ്റെയിൽസ്, കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന ചില പോസ്റ്ററുകൾ, അതുപോലെ തന്നെ ഒരു പാലത്തിന്റെ ഷോട്ടിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു ആശയപഹാസ്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ISRO എന്നുള്ള പേര് മാറ്റിയിട്ട് ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ കൊടുത്തിട്ട് ഒരു ആശയപഹാസ്യത്തിന്റെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാസ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളെ ഒന്ന് മാറ്റിയിട്ട് എയുടെ ഒരു ശബ്ദം കൊടുത്തിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ആശയപഹാസ്യ കുറെ പരിപാടികൾ കൊണ്ട് ഡീറ്റെയിലിംഗ് ആണ് അതൊക്കെ എത്രത്തോളം ആളുകളിലേക്ക് കണക്ട് ആകും എന്നുള്ളത് വെച്ചിട്ട് ഇരിക്കും സിനിമ എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ ടെക്നിക്കൽ വശങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് VFX പരിപാടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സിംഗിൾ സ്പേസിലേക്ക് ഇൻഡോർ മാത്രം ഷൂട്ട് ചെയ്യുന്നതിന്റെ പേരിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു AI യുഗം, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിലവിലെ ഈ കറണ്ട് സിറ്റുവേഷനിലല്ല കഥ പറഞ്ഞു പോകുന്നത്. ഫ്യൂച്ചറിൽ ഒരു 2030 ശേഷമുള്ള നടക്കാൻ സാധ്യതയുള്ള ഒരു കഥയായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സയന്റിഫിക് ഒരു മൂഡ് കൊണ്ടുവരാനും, അല്ലെങ്കിൽ ഭാവിയിലുള്ള ഒരു AI യുഗത്തിനെ ഒരു മൂഡ് കൊണ്ടുവരാനൊക്കെ അവർ ഉപയോഗിച്ചിരിക്കുന്ന കളർ ടോൺ, അതുപോലെ തന്നെ അതിന് പറ്റിയ എഡിറ്റിംഗ് എല്ലാം ടെക്നിക്കലി പരമായിട്ട് വളരെ മികച്ചു നിൽക്കുന്ന ഒരു അനുഭവം തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് ഗണേഷ് കുമാർ ഒരു അല്പം ഓവറാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ
കറക്റ്റ് മീറ്റർ പിടിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചുരുക്കം ചില കഥാപാത്രങ്ങളുള്ളൂ, അവരെല്ലാവരുടെ പെർഫോമൻസ് കണ്ടിരിക്കാനും രസമായിരുന്നു. പിന്നെ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ബീഫിനെ ഒക്കെ പറ്റി കളിയാക്കുന്നുണ്ട്. ബീഫ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ബീഫിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഭാവിയിൽ ബീഫുമായി ബന്ധപ്പെട്ട് അവരെ കൊന്നൊടുക്കുന്നതിനെ പറ്റി സാധനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കുന്ന വിധം വായിക്കുന്ന ഒരാളെ ആക്രമിക്കുന്ന പോലെ അങ്ങനത്തെ കുറച്ച് ആക്ഷേപഹാസ്യം. പിന്നെ അതുപോലെ കുലപുരുഷന്മാർ, കാരണം ഭാവിയിൽ ഒരു കഥയിൽ പോലും കുലപുരുഷന്മാരുണ്ട്. അപ്പൊ കുലപുരുഷന്മാരുടെ ഒരു മനോഭാവം കാണിച്ചിട്ട് ചെറിയൊരു സാധനമൊക്കെ പോകുന്നുണ്ട്. അതും ഒരു എന്താ പറയാ ആക്ഷേപഹാസ്യം. അങ്ങനത്തെ കുറെ നുറുങ്ങ ആക്ഷേപഹാസ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബ്ലാക്ക് ഹ്യൂമറുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറെ സാധനങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേയും കൂടി മറ്റ് പ്രേക്ഷകർക്കും കൂടി കണക്ട് ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രളയത്തിന്റെ കാര്യം, നമ്മളിപ്പോ നിലവിൽ ഒരു 5-6 ദിവസം മഴയൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അല്പം വെള്ളമൊക്കെ പൊന്തി തുടങ്ങുന്നത്. അല്പം അല്ല, കുറച്ച് വെള്ളമൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കഥ പറയുമ്പോൾ 2 ദിവസത്തെ മഴ കൊണ്ട് തന്നെ ഒരു ഫ്ലഡ് ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു പരിപാടി ഭാവിയിൽ ഉണ്ടാകും എന്നുള്ള സാധനം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ടോട്ടലി നോക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വെറൈറ്റി കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന, ബ്ലാക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ കഴിയും. ഒരു നോർമൽ ഒരു അടിപ്പടം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു എന്റർടൈനർ മാത്രം, അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് തമാശ, ഒരു ദിലീപ് പടങ്ങളിലൊക്കെ കാണുന്ന ടൈപ്പ് തമാശകൾ മാത്രം ആഗ്രഹിച്ചു പോകുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം ദഹിക്കണമെന്നില്ല. എന്നിലെ പ്രേക്ഷകന് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കണ്ടിരിക്കാൻ ഭയങ്കരമായ സിനിമ ആയിട്ട് തോന്നിയില്ല. എന്നാലും അത്യാവശ്യം കണ്ടിരിക്കാൻ കഴിയുന്ന വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉള്ള ഒരു കണ്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഉള്ളൊഴുക്ക് കൂടി നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ ബൈ.